എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 30-ാം ദിവസം. ഓം നമ ശിവായ. ചെന്നു സേവിച്ചു മന്ത്രസംഗ്രഹം ചെയ്തിടുക. മുഖ്യമാം പഞ്ചാക്ഷരം കൊണ്ടു നീ മഹാഗുണമുഖ്യനായി വാഴും നാഥ. പാതകങ്ങളും തീരും. ദശാർഹൻ തപസ്സിന് പോകുന്നത് എന്നതു കേട്ടു നൃപൻ ഭീതനായി വിറയൽ പൂണ്ട് ഉന്നത സ്വഭാവത്തെ ത്യജിച്ചു വിനീതനായി. എന്നുടെ മനോരമേ ശൈവമാം പഞ്ചാക്ഷരം എന്നെ നീ ഗ്രഹിപ്പിക്ക കന്നൽ നേർമിഴിയാളെ. എന്നുടെ ശരീരം കൊണ്ടെന്തുവാനയ്യോ ഫലം, നിന്നുടെ പൂമൈ പൂൺമാൻ കർമ്മമില്ലെനിക്കെങ്കിൽ. രാജ്യവും പ്രഭുത്വവും എന്തിനോ വൃഥാഫലം, പ്രാജ്യ ദുഷ്കർമ്മങ്ങൾക്കു പാത്രമായല്ലോ ഞാനും. ഇത്തരം പറഞ്ഞതി ദീനനാം ഭർത്താവിനോട് ഉത്തരമുര ചെയ്താളുത്തമ കലാവതി. എന്നുടെ ഗുരുനാഥനല്ലയോ ഭവാൻ നാഥ, മന്നവ മന്ത്രം ഗ്രഹിപ്പിക്കമേ യോഗ്യമല്ല. നമ്മുടെ കുലഗുരു ഗർഗമാമുനി ശ്രേഷ്ഠൻ കൽമഷാപഹം മഹാമന്ത്രത്തെ ഗ്രഹിപ്പിക്കും. ചെന്നു നീ മുനീന്ദ്രൻ്റെ ചേവടി പിടിച്ചാലും എന്ന് തന്മഹിഷിയാൽ ഉക്തനാം മഹീപതി. എങ്കിൽ നാം ഗുരുവിനെ സേവിപ്പാൻ പോകുന്നുടൻ പങ്കജനാക്ഷിയും താനും കൂടവേ പുറപ്പെട്ടു. ഗർഗമാമുനിയുടെ പാദപങ്കജങ്ങൾ അർഗളാഭുജൻ വീണു വണങ്ങിയുണർത്തിച്ചാൻ. താപസപ്രവരനാൻ ദേശിക ശിഖാമണി താപസംഭ്രമം തീർത്ത് കാത്തുകൊള്ളുകമാം ഭവാൻ. പാപരാശികൾ വന്നു മൂടുവാൻ തുടങ്ങുന്നു, പാപകാരിയാം എന്നെ പാലനം ചെയ്യുക ഭവാൻ. നാടുവാഴുക മൂലം നാട്ടിലെ ദുരിതങ്ങൾ തേടി വന്നടിയനെ വീടാക്കി വസിക്കുന്നു. തോടുകൾ പുഴകളും വാരിധി ജലം തന്നിൽ കൂടുമെന്നതുപോലെ പാപങ്ങളെങ്കൽ കൂടി. മാടണി മൂലയാളാം എന്നുടെ ഗൃഹിണിയെ ചൂടുകൊണ്ടടിയന് തൊട്ടുകൂടാതെ തീർന്നു. കേടുകൾ പലതുണ്ട് മൂടനാമടിയന്, പാടുകൾ പെടുന്നത് ഇനൊക്കവേ പാപമൂലം. നാടകമല്ലൻ ഗുരുനായകൻ ബോധിക്കണം, നാടകം പാലിപ്പാൻ ഞാനാളല്ലാതെയായി വന്നു. ഘാടകരത്നങ്ങളും ആയുധങ്ങളും നല്ല ഘോടകങ്ങളും തേരും വാരണപ്പടകളും പാഠകങ്ങളും കേളിമാടവും പദവിയും ചേടകന്മാരും ചേടി വൃന്ദവും വൃഥാഫലം. കാടകം പൊക്കുകാലം കഴിച്ചേ സുഖം വരൂ, ഗൂഢകർമ്മങ്ങൾ ചെയ്യുക കൊണ്ടിതോ വരാൻ ബന്ധം. ഗൂഢമെങ്കിലും ഭവാൻ അഞ്ജസാ പഞ്ചാക്ഷരം മൂഢനാമടിയനെ ഗ്രഹിപ്പിക്കണം സ്വാമിൻ. മന്ത്രമാം ദിവാകരൻ എന്നുടെ പാപങ്ങളാം അന്ധകാരങ്ങൾ നീക്കി സ്വച്ഛത വരുത്തിയിടും. ബുദ്ധിപൂർവമായി ചെയ്തതും അറിയാതെ ബദ്ധമായത് പുരാ ചെയ്തതും ചെയ്യുന്നതും സർവകാൽമഷം നശിച്ചിടുവാൻ എനിക്കിന്ന് സർവമന്ത്രത്തെ ഗ്രഹിപ്പിക്ക നീ നമോസ്തുതേ. ഇത്തരം നരേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് ഗർഗൻ സത്വരങ്കിര നിരാതങ്കനാക്കിനാൻ നൃപം. കാളുന്തി തടം തന്നിൽ കൊണ്ടുചെന്ന രജനെ കാളകണ്ഠൻ്റെ മന്ത്രം മാമുനി ഗ്രഹിപ്പിച്ചു. കാളുന്തി ജലം തന്നിൽ സ്നാനവും നിയമവും വ്യാളഭൂഷണാകൃതി ധ്യാനവും ചെയ്തു നൃപൻ. പഞ്ചവർണ്ണമാ മന്ത്രം ഉച്ചരിച്ചതു നേരം പഞ്ചപാതകങ്ങൾക്കും ചാഞ്ചല്യം പിടിപ്പെട്ടു. ക്ഷോണി നായകൻ തൻ്റെ മസ്തകേ മഹാമുനി പാണികൾ നിവേശിച്ചു നിന്നിതു ക്ഷണനേരം. തൽക്ഷണം ദശാർഹൻ്റെ വിഗ്രഹം തന്നിൽ നിന്ന് പക്ഷിരൂപിണികളായി പാതക സമൂഹങ്ങൾ. ആകവേ പറഞ്ഞതു സംഖ്യയില്ലതിനേതും കാകരൂപികളെല്ലാം കൃഷ്ണമാം വർണ്ണത്തോടെ. ഭൂതലെ വീണു പക്ഷം കരിഞ്ഞു മരിച്ചിതു, ഭീതി പൂണ്ടുഴലുന്നു കാകന്മാർ ബഹുവിധം. ബന്ധമെന്തിനെന്ന് ചോദിച്ചു മഹീപതി, ബന്ധുവാം മുനിശ്രേഷ്ഠനം നേരം അരുൾ ചെയ്തു. ജന്മകോടികൾ തോറും സഞ്ചിതമായ നിന്റെ കൽമഷ പ്രപഞ്ചമിക്കാകന്മാരശേഷവും. പാപസഞ്ചയത്തേക്കാൾ പുണ്യങ്ങളേറും കാലം ഭൂതലേ ഭവാൻ ദിവയോനിയിൽ ജാതനായി. പാപങ്ങൾ പുണ്യത്തേക്കാളേറുന്ന കാലം ഭവാൻ പാപയോനിയിൽ ജനിച്ചിടിനാൻ പലവട്ടം. പാപപുണ്യങ്ങൾക്കിപ്പോൾ തുല്യത ഭവിക്കയാൽ ഭൂവനായി പിറന്നതു രണ്ടിലുമില്ല മോക്ഷം. ഇന്നുടൻ പഞ്ചാക്ഷര ഗ്രഹണം ഹേതുവായിട്ടൊന്നൊഴിയാതെ പാപസഞ്ചയം പുറം വാങ്ങി. സ്വർണമോഷണം സുരാപാനവും മൃഷാകഥാവർണ്ണനം ഗുരുതൽപക്രാന്തിയും ശിശുവധം ബ്രഹ്മഹത്യകൾ പരദ്രോഹങ്ങൾ പലതരം ബ്രഹ്മസ്വദേവ സ്വാപഹാരികളിവയെല്ലാം. വായസാകാരം പൂണ്ട് ഭസ്മമായി വസിക്കുന്നു ഭൂയസാഭികൽമഷനായി നീ മഹീപതേ. മന്ത്രവൈഭവമിതെന്തെന്നോർത്തുകൊൾകടോ ഭവാൻ.
മന്ത്രദേവതാ പ്രീതി കൊണ്ടു നീ വിശുദ്ധനായി. ആര്യനാം ഭവാനിനി സ്വൈരമാം വണ്ണം ഗ്രഹേ ഭാര്യയോടൊരുമിച്ച് സന്തതം വാണുകൊള്ളുക. അന്തകാന്തനോടും പാർവതീദേവിയോടും അന്ത്യകാലത്തിൽ നിങ്ങൾ ചേരുമെങ്ങിരിവരും എന്നരുൾ ചെയ്തു മുനി മുന്നടന്നരുളിനാൻ. പിന്നാലെ നരേന്ദ്രനും ഭാര്യയും നടകൊണ്ടു തന്നെ പുരം പൊക്കു ഭൂപനും മഹിഷിയും. ധന്യനാം മുനീന്ദ്രനെ തൊഴുതു യാത്ര ചൊല്ലി തന്മണിപ്രസാദത്തെ പ്രാപിച്ചു സകൗതുകം. ധർമ്മപത്നിയെ പുണർനീടിനാൻ ഗാഠം ചന്ദ്രരശ്മിയെക്കാളും ശൈത്യമുള്ളൊരു ഗാത്രം. സുന്ദരിക്കതു നേരം ജാതമെന്നായി നൃപൻ ചന്ദനം പനിനീരും ചന്ദ്രകാന്തവും മമ. സുന്ദരി ശരീര സൗഖ്യത്തിന് സമമല്ല ചന്ദ്രശേഖര ശിവ ശങ്കര പുരാന്തക. ഭാസ്കരാൻ അനലതീക്ഷണ നമോസ്തുതേ. ഇത്തമീശ്വരസ്തുതി തൽപരൻ ധരാധിപൻ സിദ്ധമന്ത്രാനുഭവം കാരണം കൃതാർത്ഥനായി. മധുരാപുരം തന്നിൽ മാനിനി മണിയോടെ സാധുപാലനം ചെയ്തു വാണിതു യഥാസുഖം. കാമദം പഞ്ചാക്ഷരം മന്ത്രമെന്നറിഞ്ഞാലും മാമുനി ശ്രേഷ്ഠന്മാരെ മംഗളം ശുഭം ഭവം. കാമദം പഞ്ചാക്ഷരം മന്ത്രമെന്നറിഞ്ഞാലും മാമുനി ശ്രേഷ്ഠന്മാരെ മംഗളം ശുഭം. കാമദം പഞ്ചാക്ഷരം മന്ത്രമെന്നറിഞ്ഞാലും മാമുനി ശ്രേഷ്ഠന്മാരെ മംഗളം ശുഭം. ഓം നമഃ ശിവായ. പഞ്ചാക്ഷര മഹാത്മ്യം സമാപ്തം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.